നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ന്യൂഡൽഹിയിൽ സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഒരു യുവതി കൂടി മരണപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. ആത്മഹത്യയാണെന്ന് യുവതിയുടെ ഭർത്തൃ വീട്ടുകാരും, എന്നാൽ അതൊരു ആസൂത്രിത കൊലപാതകം തന്നെയാണെന്ന് യുവതിയുടെ വീട്ടുകാരും ആരോപിച്ച് രംഗത്ത് വരികയാണ്. ഡൽഹിയിലെ ലോധി കോളനിയിൽ 28-കാരിയായ ആകൃതി സുധാറാണ് കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ഏറുന്നത്. വിവാഹം കഴിഞ്ഞ് കേവലം 2 മാസം മാത്രം പിന്നിടുമ്പോഴാണ് ആകൃതിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഏപ്രിൽ 24-നാണ് ആകൃതിയുടെയും അറാസ്തു സിക്കയുടെയുമായുള്ള വിവാഹം കഴിഞ്ഞത്. ഇരുവരും 8 വർഷമായി പരസ്പരം അറിയുന്നവരാണ്. വിവാഹം കഴിഞ്ഞ് 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. മരണത്തിന് തൊട്ടു മുമ്പ് ഓഫീസിൽ എത്തി സഹപ്രവർത്തകർക്കായി പാർട്ടി നടത്തുകയും അമ്മയോടൊക്കെ തന്നെ വിളിച്ച് തികച്ചും സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്ത ആകൃതി ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പിക്കുകയാണ് കുടുംബം. അത് സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആസൂത്രിത കൊലപാതകമാണെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. യുവതിയുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് അറാസ്തു സിക്കയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. വിവാഹശേഷം മകൾ ശാരീരിക പീഡനത്തിന് ഇരയായതായി ആകൃതിയുടെ അമ്മ പറഞ്ഞു. ജൂൺ 17-ന് തന്റെ ഫോൺ സൈലന്റായി കാണുകയും അതിനെ ചൊല്ലി വിവാഹേതര ബന്ധം തനിക്കുണ്ടെന്ന് സംശയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭർത്താവായിട്ടുള്ള അറാസ്തു തന്നെ ബെൽറ്റ് ഉപയോഗിച്ച് അടിച്ചതായി ഇവർ അമ്മയെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇത് യുവതിയുടെ അമ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ജൂൺ 29-ന് ആകൃതി വീണ്ടും തന്നെ ഭയന്ന് വിളിച്ചെന്നും ഭർത്താവ് തന്നെ കൊല്ലുമെന്ന് വിശ്വസിച്ചിരുന്നതായും അമ്മ ആരോപിച്ചു. അതേ ദിവസം തന്നെ ഭക്ഷണം വീണ്ടും ചൂടാക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നു ഭർത്താവായിട്ടുള്ള അറാസ്തു തന്നെ ആക്രമിച്ചെന്നും യുവതി വീട്ടിൽ വിളിച്ചു പറഞ്ഞു. ആകൃതിയുടെ മരണത്തിന് 1 ദിവസം മുമ്പ് വെള്ളിയാഴ്ചയാണ് അറാസ്തുവിന്റെ പിതാവിനോട് പീഡനത്തെക്കുറിച്ച് അമ്മ പറഞ്ഞതെന്നും പോലീസിനോട് പറയുന്നു. എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് പകരം അറാസ്തുവിന്റെ പിതാവിനെ അധിക്ഷേപിക്കുകയും കുടുംബത്തിലെ തർക്കങ്ങൾക്ക് ആകൃതിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. തന്റെ മകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഭർത്തൃ വീട്ടുകാർ ഭീഷണിപ്പെടുത്തുകയും ആക്രമിച്ചതായും അവർ ആരോപിച്ചു. മാത്രമല്ല, ആകൃതിക്ക് ലഭിച്ചിട്ടുള്ള മാതൃവീട് വിൽക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പകരം കുടുംബത്തിന് ഒരു ഫ്ളാറ്റ് നൽകാമെന്നും ഭർത്താവായിട്ടുള്ള അറാസ്തു വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷേ തന്റെ അമ്മയെ സാമ്പത്തികമായി സഹായിക്കാൻ അവൾ ആഗ്രഹിച്ചു. അയാൾക്ക് അതിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യാനും അയാൾ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ആകൃതിയുടെ അമ്മാവൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് പുഷ്പവിഹാർ സ്വദേശിനിയായ ആകൃതി സുധാറിനെ ശനിയാഴ്ച രാത്രി 9 മണിയോടെയാണ് ലോധി കോളനിയിലെ പാലിക കുഞ്ചിലുള്ള NDMC ഫ്ളാറ്റിന്റെ 3-ാം നിലയിൽ നിന്ന് താഴെ വീണ നിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ആകൃതിയുടെ ശരീരത്തിൽ ചതവുകളും മാരകമായ പരിക്കുകളും ഉണ്ടായിരുന്നുവെങ്കിലും സംഭവ സ്ഥലത്ത് രക്തക്കറകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. ആകൃതിയുടെ ഭർത്തൃ വീട്ടിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. എന്തിനാണ് യുവതി അവിടേക്ക് പോയത് എന്നതിൽ വ്യക്തതയില്ല. ഉടൻ തന്നെ എയിംസ് ട്രോമ സെന്ററിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ചു. സൗത്ത് ഡൽഹി പോലീസ് സീനിയർ ഓഫീസർ അനന്ത് മിത്തൽ അറിയിച്ചതു പ്രകാരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ 196-ാം വകുപ്പ് പ്രകാരം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്കായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുണ്ടെന്നും മരണകാരണം വ്യക്തമാക്കാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി. ഛത്തർപൂരിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുകയായിരുന്നു ആകൃതി. 8 വർഷത്തെ നീണ്ട പ്രണയത്തിനൊടുവിലാണ് കഴിഞ്ഞ ഏപ്രിൽ 24 അറാസ്തുവും ആകൃതിയും തമ്മിൽ വിവാഹം നടന്നത്. അറാസ്തുവിന്റെ സഹോദരി അഗസ്തിക സിഖിയുമായുള്ള സൗഹൃദത്തിലൂടെയാണ് ആകൃതി ഈ കുടുംബവുമായി അടുക്കുന്നത്. അറാസ്തു നിലവിൽ തൊഴിൽ രഹിതനാണെന്നും അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സർക്കാർ ജീവനക്കാരനാണെന്നും പോലീസ് പറഞ്ഞു. വിവാഹാവധിയൊക്കെ കഴിഞ്ഞ് ജൂലൈ 1-നാണ് ആകൃതി വീണ്ടും ജോലിയിൽ പ്രവേശിച്ചത്. ശനിയാഴ്ച അവധിയായിരുന്നിട്ടും ഓഫീസിൽ പോയി സഹപ്രവർത്തകർക്കായി ചെറിയൊരു പാർട്ടി നൽകുകയായിരുന്നു ആകൃതി. ആകൃതിക്ക് യാതൊരുവിധ വിഷാദരോഗ ലക്ഷണങ്ങളും ഇല്ലായിരുന്നുവെന്ന് അമ്മാവൻ മനഞ്ജയ് സുധാർ പറയുന്നു. ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരാൾ ജോലിയിലേക്ക് തിരിച്ചെത്തിയത് ഇത്തരത്തിൽ ആഘോഷമാക്കില്ലല്ലോ എന്നാണ് കുടുംബത്തിന്റെ ചോദ്യം. ശനിയാഴ്ച വൈകുന്നേരം 6 മണിയോടെ ആകൃതി അമ്മയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഓഫീസിലെ ആഘോഷങ്ങളെക്കുറിച്ച് പറയുകയും വീട്ടിലേക്ക് തിരിക്കുകയാണെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ രാത്രി 8 മണിയോടെയാണ് ഭർത്താവ് അറാസ്തു സിക്ക കുടുംബത്തെ വിളിച്ച് ആകൃതിയെ കാണാനില്ലെന്ന് അറിയിക്കുകയായിരുന്നു.
ഇതിന് പിന്നാലെ 9:30യോടെയാണ് പാലിക കുഞ്ചിൽ ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെത്തിയ വിവരം പോലീസ് കുടുംബത്തെ അറിയിക്കുന്നത്. ആകൃതി താമസിച്ചിരുന്ന വീട്ടിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയുള്ള അധികം താമസക്കാരില്ലാത്ത ഈ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് അവൾ എന്തിനാണ് പോയതെന്ന് കണ്ടെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സ്ത്രീധനവുമായി 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഭർത്താവും വീട്ടുകാരും ആകൃതിയെ നിരന്തരവും മാനസികവുമായി ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും സഹോദരൻ അമയ് സുധാർ ആരോപിച്ചു. മരണത്തിന് 2 ദിവസം മുമ്പ് ഇരുവരും തമ്മിൽ വലിയ വഴക്കുണ്ടായിരുന്നതായും വളരെ മാനസിക കരുത്തുള്ള ആകൃതി ഒരിക്കലും സ്വയം ജീവനൊടുക്കില്ലെന്നും സഹോദരൻ വ്യക്തമാക്കുന്നു. സംഭവ സ്ഥലത്ത് രക്തക്കറകളില്ലാത്തത് ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൊലപാതകമാണെന്ന സംശയം വർദ്ധിപ്പിക്കുന്നതായി പോലീസ് വിലയിരുത്തുന്നുണ്ട്. കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകുമെന്നും എല്ലാ വശങ്ങളും വിശദമായി പരിശോധിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇനി ആകൃതി എങ്ങനെയാണ് ആ ഫ്ളാറ്റ് സമുച്ചയത്തിലേക്ക് എത്തിയത്, സമീപത്തുള്ള CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തനിയെ വന്നതാണോ അല്ലെങ്കിൽ ആകൃതിയെ കൊലപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് താഴേക്കിട്ടതാണോ എന്നുള്ള കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആകൃതിയുടെ മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു നിഗമനത്തിലേക്ക് എത്തുക. ഇത് സ്ത്രീധന പീഡന കൊലപാതകമാണെന്നാണ് ആകൃതിയുടെ കുടുംബം ആരോപിച്ചുകൊണ്ട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്.